നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. പേര് പോലെ തന്നെ ഇതൊരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് തവണ ഇതുവഴി ട്രെയിനിൽ യാത്ര പോയപ്പോഴും ഈ സ്റ്റേഷനിൽ ഒരു തവണ വരണം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തണമെന്ന് അന്നേ തീരുമാനിച്ചതാണ്. അതിനുള്ള സമയം ഇന്നാണ് കിട്ടിയത്. ഞങ്ങൾ ഇവിടെ എത്തിയ കാഴ്ച ആദ്യം നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടയത്താണ്. രാവിലെ 9:54 ചെറിയനാടിലേക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. ഗുരുവായൂരിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 5:50 മധുരയിലേക്ക് പോകുന്ന എക്സ്പ്രസ്. ഇതിൽ ഞങ്ങൾ റിസർവേഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. സ്ലീപ്പർ ക്ലാസ് ആണ്. പിന്നെ ഇത് ചെറിയ വണ്ടിയാണ്. ഇതിന് കൂടുതലും അൺറിസർവ്ഡ് തന്നെയാണുള്ളത്. എന്തായാലും ഒരു 45 മിനിറ്റ് യാത്ര ഉണ്ടാവും. മഴയും വന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര അടിപൊളി തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെത്തി. ഇവിടെ 2 മിനിറ്റ് ഉണ്ടായിരുന്നു സ്റ്റോപ്പ്. ഇനി അടുത്തത് തിരുവല്ല. ഈ ട്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ അൺറിസർവ്ഡിൽ പോകേണ്ട ഒരു യാത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ലീപ്പർ ക്ലാസ്സിൽ കറണ്ട് ബുക്കിംഗ് കണ്ട സമയത്ത് തന്നെ പിന്നെ ബുക്ക് ചെയ്തു. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 150 രൂപയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. പമ്പാ നദി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നെയാണ്. ട്രെയിൻ ഇതാ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണിത്. ആ സമയത്ത് ഇവിടുന്ന് ഓരോ സമയത്തും പമ്പയിലേക്ക് KSRTC ബസ്സുകളുണ്ട്. 10:34 ഇപ്പോൾ. ഇനി അടുത്തത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള ചെറിയനാട്. ഈ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ആ ഒരു ശബരിമലക്കുള്ള ബസ്സുകളൊക്കെ കിട്ടും. കോട്ടയത്ത് നിന്നും 41 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ചെറിയനാട് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ. ഇനി ഈ ട്രെയിൻ നേരെ കൊല്ലത്ത് പോയിട്ട് അവിടുന്ന് ലോക്കോ റിവേഴ്സലൊക്കെ ചെയ്ത് ചെങ്കോട്ട വഴിയാണ് പോവുക. വൈകുന്നേരം ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ ഇത് മധുരയിലെത്തും. ഇപ്പം മധുരയിലേക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രെയിനിൽ കൂടുതലും അൺറിസർവ്ഡ് തന്നെയാണ്. 2 സ്ലീപ്പർ ക്ലാസ്സും ഒരു 3rd AC-യും. ഞങ്ങളിതിൽ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് മധുരയിൽ നിന്ന് കൊല്ലം വരെ. നല്ല വണ്ടിയാണ്. അങ്ങനെ കടന്നു പോവുകയാണ്. ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് സ്ഥിതി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലാണ്. അതായത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനും മാവേലിക്കര റെയിൽവേ സ്റ്റേഷനും ഇടയിലാണ് ഈ ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ചെങ്ങന്നൂരിലേക്കും അതുപോലെ തന്നെ മാവേലിക്കരയിലേക്കും ഒരേ ദൂരം തന്നെയാണുള്ളത്, 6 കിലോമീറ്റർ മാത്രം. അങ്ങനെ ഈ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ എത്തി. ഇത് നേരെ മാവേലിക്കര, കായംകുളം. പിന്നെ ഈ ഭാഗത്ത് മുഴുവനും കാട് കയറിയിരിക്കുകയാണ്. അതിപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഏത് ഭാഗം നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. സ്റ്റേഷൻ്റെ കോഡ് CYN എന്നാണ്. ഇവിടെ 3 ഭാഷകളിലായി പേരൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. ഇനി നേരെ ഈ ഭാഗത്തേക്ക് തന്നെ തിരിച്ച് നടക്കുകയാണെങ്കിൽ ആകെ 2 പ്ലാറ്റ്ഫോമുകൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ അത്യാവശ്യത്തിന് വേറെ ആരും തന്നെ ഇല്ല കേട്ടോ. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ
നല്ല മഴയൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ശക്തമായ വെയിലാണ്. അതെപ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ നവി? കിട്ടുള്ളൂ. പക്ഷേ കാലാവസ്ഥ എത്രയും പെട്ടെന്ന് പറയാം നമ്മൾ വിചാരിച്ചു ഞങ്ങൾക്ക് മഴ വേണമെന്നാണ് ഉള്ളത്. അതെ ഭംഗി കിട്ടുമല്ലോ, അതെന്തായാലും മാറും. എന്തായാലും മാറുന്ന പ്രതീക്ഷിക്കും. കാരണം ഇവിടത്തേക്ക് നല്ലോണം കാണുന്നുണ്ട് മഴക്കാറ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന സമയത്തായാലും കൂടി ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു കാട് കണ്ടോ, ഈ ഇഴജീവികളൊക്കെ നല്ല രീതിയിൽ നോക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത്. കാരണം ഒരുപാട് കുട്ടികളായാലും പ്രായമായവരും എല്ലാവരും വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വയസ്സെടുത്ത് പറയുന്നതല്ല, എല്ലാ ആൾക്കാരും വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ശരിയാക്കുവാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെട്ടേനെ. കാരണം പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത്, അതായത് ഈ ഭാഗത്തുള്ള നമ്മുടെ ഈ സ്റ്റേഷനോട് ബന്ധപ്പെട്ട അധികാരി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ബെഞ്ചിന്റെ ഇവിടെയൊക്കെ നമുക്കങ്ങനെ വിശ്വസിച്ച് ഇരിക്കാൻ പറ്റില്ല. എവിടെ നിന്നാണ് എഴിഞ്ഞ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും കാടുണ്ട് ഇവിടെ. തൊട്ട് മുന്നിൽ തന്നെ ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിന്റെ പുറകിലാണെങ്കിൽ വലിയ വലിയ കാടാണുള്ളത്. ആ ഭാഗത്ത് അത്ര ഇല്ല നമുക്ക് പറയാം. ഇവിടെയാണ് കൂടുതലും. കണ്ടോ, പിന്നെ ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്. മഴ വന്നാൽ നമ്മൾ നനയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞതുപോലെ മഴയെത്തി. നല്ല ശക്തമായ മഴ. ഒരു വണ്ടി വരുന്നുണ്ട്. ആ മഴയത്തുള്ള ഒരു വരവ്. നല്ല മഴയായിരുന്നു ഇത്ര നേരം ഉണ്ടായിരുന്നത്. മഴയൊക്കെ പെയ്തു പോയി. ഇപ്പം നല്ല വെയിൽ വന്നു. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ കൃത്യമായ ടിക്കറ്റോ, നിങ്ങൾക്ക് ഒന്നെങ്കിലും റിസർവേഷൻ ടിക്കറ്റ് വേണം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. ഞങ്ങൾ ഏത് സ്റ്റേഷനിൽ പോയാലും പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ നിയമപരമായി തന്നെ റിസർവേഷനിലെ ടിക്കറ്റോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റോ എടുക്കാറുണ്ട്. ഞങ്ങൾ പല സ്റ്റേഷനിലും അങ്ങനെ എടുത്ത് പോകുമ്പോൾ പലരും പറഞ്ഞു, ഈ ചെറിയ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ എന്തിനാണ് ടിക്കറ്റ് എടുക്കുന്നത്, നമുക്ക് നേരിട്ട് കയറി പോയാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഒരു റെയിൽവേൻ്റെ നിയമം അനുസരിച്ച് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് എടുക്കുക. പ്ലാറ്റ്ഫോം ടിക്കറ്റിനൊക്കെ വെറും 10 രൂപ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല, റിസർവേഷൻ ടിക്കറ്റ് ഓൾറെഡി ഉണ്ട്. സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ നല്ല ഉയരത്തിൽ തന്നെയാണുള്ളത്. പിന്നെ അങ്ങ് ദൂരെയായി ഒരു ലെവൽ ക്രോസിംഗ് ഒക്കെ കാണാം. ഇനി ഈ സമയത്ത് ഏതൊക്കെ വണ്ടികൾ വരാനുണ്ട് നവി? ഇനിയിപ്പോൾ ഞാൻ നോക്കുന്നത് കോട്ടയം ഭാഗത്ത് നിന്ന് നമ്മുടെ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി വരാനുണ്ട്. അത് ഏകദേശം തിരുവല്ല കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൊല്ലം കായംകുളം ഭാഗത്താണെങ്കിൽ ഇന്ന് ഒരു ശനിയാഴ്ചയാണ്, കൊല്ലം തിരുപ്പതി വണ്ടി ഉണ്ട്. മിക്കവാറും ഈ 2 വണ്ടിയേ കിട്ടുള്ളൂ അല്ലേ? ഈ 2 വണ്ടിയുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ സ്റ്റോപ്പിൽ ഒരു 12 മണിക്ക് ഒരു മെമു കൂടി ഉണ്ട്. അത് ഏത് വണ്ടി ഞാൻ നോക്കിയിട്ടില്ല. ഒരു വണ്ടി ഉണ്ട് കണ്ടു, അത് നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞത് കേട്ടാണ്. പിന്നെ അതിന്റെ പിറകെ കുറെ വണ്ടികളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഏതെങ്കിലും വീക്കിലി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഈ അപ്ഡേഷൻ എന്ന് വെച്ചാൽ നോക്കുന്നത് വേറെ ട്രെയിനിൽ തൊട്ടടുത്ത സ്റ്റേഷനായ ചെങ്ങന്നൂർ വെച്ചിട്ടാണ് ഞാൻ. അത് എങ്ങനെയാണ് നോക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോ? അതിപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് എന്താ പറയുക, നമ്മളൊരു ട്രിക്ക് മാത്രമേ ഉള്ളൂ. അതായത് പലരും ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് വണ്ടി കണ്ടുപിടിക്കുന്നത്. അതായത് ഞാനിപ്പം ഈ നമ്മുടെ ലൊക്കേഷനിൽ ഇത് ചെങ്ങന്നൂർ വെച്ചു സ്റ്റേഷൻ്റെ, അതിലിപ്പം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഉണ്ടോ ജനശതാബ്ദി അവിടെ എത്താനുണ്ട്. അതുപോലെ തന്നെ കൊല്ലം തിരുപ്പതി, പിന്നെ അതുപോലെ ഞാൻ തിരിച്ച് കായംകുളം അതങ്ങോട്ടും മാറ്റി നോക്കും. പക്ഷേ അടുത്ത 2 സ്റ്റേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടത്തേക്ക്, അതായത് ഇതിലൂടെ കടന്നു പോകുന്ന വണ്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? മനസ്സിലാക്കാൻ പറ്റും. അതുണ്ടല്ലോ, ഞങ്ങൾ നീലേശ്വരം ഭാഗത്തൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ കണ്ണൂർ വെക്കും അല്ലെങ്കിൽ കാസർഗോഡ് വെക്കും. പക്ഷേ അത് കാസർഗോഡ് മാത്രം വെച്ചിട്ട് കാര്യമില്ല, അവിടെ സ്റ്റോപ്പില്ലാത്ത വണ്ടികളുണ്ടല്ലോ. പക്ഷേ ഇവിടെ ചെങ്ങന്നൂർ മാത്രം വെച്ചാൽ മതി, എല്ലാ വണ്ടിക്കും അവിടെ സ്റ്റോപ്പ് ഉണ്ടല്ലോ. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ഇതാ കടന്നു വരികയാണ്. ഈ ട്രാക്കിലൂടെ ഒരു പട്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങ് ഭാഗ്യ രക്ഷപ്പെട്ടു. ഈ സ്റ്റേഷനിൽ നിർത്തുന്ന ട്രെയിനുകളുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. മെമുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിർത്തുന്ന മെമുകളുണ്ട്, അതുപോലെ നിർത്താതെ പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് കണ്ടില്ലേ, അതുപോലെ തന്നെയാണ്. പിന്നെ മെമു എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ലാത്ത ട്രെയിനുകളുണ്ട്. അതായത് ഈ മെമുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശനിയും ഞായറും ഓടാത്ത ട്രെയിനുകളൊക്കെ ഉണ്ട്. കൂടാതെ തന്നെ ഡെയിലി ഉള്ള മറ്റ് പ്രധാന ട്രെയിനുകൾ പറയുകയാണെങ്കിൽ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ്, ബാക്കി വരുന്ന 3 പ്രധാനപ്പെട്ട ട്രെയിനുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് യാത്ര ചെയ്തില്ലേ, ഗുരുവായൂർ ടു മധുരൈ പോകുന്ന എക്സ്പ്രസ് അതുണ്ട്. പിന്നെ തിരുവനന്തപുരം ടു ഷൊർണൂർ പോകുന്ന വേണാട് ഉണ്ട്. അതുപോലെ തന്നെ തൂത്തുക്കുടിയിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന പാലരുവി. ഇത്രയും പ്രധാനപ്പെട്ട ട്രെയിനുകളാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഗ്രീൻ സിഗ്നലാണ്. ഇനിയിപ്പോൾ ഇതിലൂടെ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആണ് പോകാനുള്ളത്.
2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ വന്നു. ഇതേ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഴുവനും കാട് തന്നെയാണ്. ഇനിയിപ്പോൾ ആ ഒരു ട്രെയിൻ പോകുന്നൊരു കാഴ്ച കാണാം. 2 പ്ലാറ്റ്ഫോമും ഒരേപോലെ തന്നെയാണ്. ആ ഒരു ഷെഡൊക്കെ ഇതാ ഈ ഭാഗത്തും കാണാം. കൊല്ലം തിരുപ്പതി ബൈ വീക്ക്ലി എക്സ്പ്രസ് കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ്. നാളെ രാവിലെ 3 മണിയൊക്കെ ആകുമ്പോൾ ഇത് തിരുപ്പതി എത്തും. ഇവിടെ നിർത്തുന്ന ട്രെയിനുകളുടെ ഒരു ടൈം ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ പേരെഴുതുമ്പോൾ മലയാളത്തിൽ ചെറിയനാട് ചെറിയ നാടു ആ ഒരു എഴുത്ത് കണ്ടോ? അതിൽ ഏതിൽ വേണമെങ്കിലും പറയാം. ഇതിലൂടെയാണ് സ്റ്റേഷനിലേക്ക് കയറാനുള്ളത്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സൗകര്യം ഇവിടെ ഉണ്ട്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നേരെ ഇനിയിപ്പോൾ റോഡുള്ള ഭാഗത്തേക്ക്, അതായത് മെയിൻ ഹൈവേ ഉള്ള ഭാഗത്തേക്കുള്ള ഒരു വഴിയാണ്. പിന്നെ ഇവിടെ ഒരു JCB ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ നാടിനോട് ഞങ്ങൾ വിട പറയുകയാണ്. ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്ന് പോവുകയാണ്. ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ വന്നത് ട്രെയിൻ സ്പോട്ടിങ്ങിനല്ല, ഈ ഒരു സ്റ്റേഷൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. ആദ്യം പോകുന്നത് ചെങ്ങന്നൂരേക്ക്. ഈ ചെങ്ങന്നൂരേക്ക് ഈ സമയത്തൊരു മെമു ട്രെയിനൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളതിൽ പോകുന്നില്ല. ഞങ്ങൾ ഈ ഭാഗത്തെ കുറച്ചും കൂടെ ഒരു കാഴ്ചയൊക്കെ കണ്ട് ബസ് കയറി ചെങ്ങന്നൂർ പോവാം. പിന്നെ അവിടെ നിന്ന് ട്രെയിനിൽ പോവാം. അതല്ലേ നല്ലതല്ലേ? നമ്മൾ കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ശരിക്കും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് നിങ്ങൾക്ക് മാവേലിക്കര പോയിക്കൂടാന്ന്. ഈ മാവേലിക്കര ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് ബസ് സ്റ്റാൻഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 1.5 കിലോമീറ്റർ കാണുന്നുണ്ട്. പക്ഷേ ചെങ്ങന്നൂരാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് അടുത്താണ്. പിന്നെ ആ ഒരു രീതിയിൽ തന്നെ പോവാം. അപ്പോൾ ഈ ഒരു ചെറിയ റോഡ് വഴിയാണ് ഞങ്ങൾ നടന്ന് പോകുന്നത്. ഇതാ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ്. ഇനി ഈ ഭാഗത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ ഒരു വലിയ മഴ വന്നില്ലേ, അതിനുശേഷം പിന്നെ മഴയില്ല, നല്ല വെയിലാണ്. കുഴപ്പമൊന്നുമില്ല. എന്താ അറിയോ, മഴ വന്നു കഴിഞ്ഞാൽ ഈ നടന്നു പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു വരുന്ന ആ ഒരു വഴിയില്ലേ, അതിൻ്റെ ഇവിടെയായിട്ട് തന്നെ ഒരു പള്ളി കാണാം. അപ്പോൾ വളരെ അടുത്ത് തന്നെയാണ് ഈ ഒരു പള്ളിയും. ഞങ്ങൾ ഈ ഒരു ചെറിയനാട് ഈ ഭാഗത്തേക്കെല്ലാം ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഏകദേശം നടന്ന ഒരു മെയിൻ റോഡിൻ്റെ ഭാഗത്തെത്താനായെന്നാണ് തോന്നുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നുള്ള ആ ഒരു റോഡ് നേരെ എത്തുന്നത് ഇവിടേക്കാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എവിടുന്നോ ആണ് നമുക്ക് പോകാനുള്ള ബസ് കിട്ടുക. അങ്ങ് മുന്നിലൊരു ജംഗ്ഷൻ ഉണ്ട്, ചിലപ്പോൾ അവിടെ നിന്നാകാം. ഞങ്ങൾ അവിടെ നിന്ന് ചോദിച്ച സമയത്ത് ഒരു ചേട്ടൻ പറഞ്ഞത് അവിടെ പോയാൽ മതിയെന്നാണ്. ഇപ്പോൾ ചെറിയനാട് ചെറിയൊരു പട്ടണം. ചെറിയനാട് വഴിയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ വീഡിയോയൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇവിടെ. എന്തായാലും പറയും നിങ്ങൾ വരുമ്പോൾ ഒന്ന് പറയണം വരുന്നത്. അപ്പോൾ എല്ലാവരോടും ഒന്ന് പറയുകയാണ്, ഞങ്ങളിതൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇവിടെ വന്നു. വീണ്ടും വരാമല്ലോ നമുക്ക്. ഇതാണ് മെയിൻ ഹൈവേ. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് ബസ് കിട്ടുക. ഈ ഭാഗത്ത് തന്നെ ഒരു പള്ളിയൊക്കെ കാണാം. പിന്നെ ഈ ഒരു ചെറിയനാട്ടിൽ തന്നെ ഒരു ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇത് കായംകുളത്തേക്ക് പോകുന്ന ബസ്സാണ്. നമുക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ് ഇവിടെയാണ്. ഇങ്ങോട്ടാണ് ചെങ്ങന്നൂരൊക്കെ വരുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റോളമായി. ബസ് വരുന്നത് കാണുന്നില്ലല്ലോ. എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബസ് വരികയാണ്. ഇതിപ്പോൾ മാവേലിക്കര ഭാഗത്തുനിന്ന് വരുന്ന ബസ്സാണ്. ഉണ്ണിക്കുട്ടൻ. ചെങ്ങന്നൂരിലേക്ക് ഒരാൾക്ക് 18 രൂപയാണ് കേട്ടോ ആയത്. ചെങ്ങന്നൂരിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ബസ് ഇറങ്ങിയത്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത പരിപാടി ഇവിടുന്ന് ഉച്ചക്കുള്ള ഊണ് കഴിക്കണം. നല്ലൊരു ഹോട്ടൽ ആദ്യം പോയി നോക്കട്ടെ. ഇവിടുന്ന് കോഴഞ്ചേരി ആറന്മുള ഭാഗത്തേക്കുള്ള ബസ്സാണ് ഇത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്.
ശബരിമല സമയത്ത്, അതായത് ആ ഒരു നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ എത്ര KSRTCകൾ വന്ന് നിർത്തുന്ന സ്ഥലമാണിത്. ഓരോ സമയത്ത് ഇവിടുന്ന് KSRTCകൾ ഉണ്ടാവും. ഞങ്ങൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പമ്പയിലേക്ക് ഇവിടെ നിന്നാണ് ബസ് കയറി പോയത്. ഇത് പത്തനംതിട്ട ബസ് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡും ഉണ്ട്. ഇനി ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് പോകാൻ നോക്കുന്നത്. ഈ ഭാഗത്തേക്ക് ആദ്യം പോയിട്ട് റെസ്റ്റോറൻറ്റ് നോക്കാം. ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഊണാണ് കഴിക്കുന്നത്. സാമ്പാറുണ്ട്, പുളിശ്ശേരി ഉണ്ട്, പപ്പടമുണ്ട്, പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ കുറച്ച് കറികൾ കൂടിയുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ. ഇത് MC റോഡാണ്, കോട്ടയം. ഒരു സൂപ്പർ ഫാസ്റ്റ്. ഞങ്ങൾ അങ്ങ് അവിടെയുള്ള ഒരു ഹോട്ടലിനാണ് ഭക്ഷണം കഴിച്ചത്. 2 ഊണിനും കൂടി 160 രൂപയാണ് ആയത്. നല്ല ഊണ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കുള്ള വഴിയാണ്. ഇവിടെ ഒരുപാട് ചിപ്സ് ഉണ്ടാക്കുന്ന കടകളുണ്ട്. ശബരിമല ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഭാഷയിലും ഇവിടെ എഴുതിയിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ കൂടെ അവിടെ ഉണ്ട്. ലൈവായിട്ട് അവിടെ നിന്ന് ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. ചെങ്ങന്നൂരിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലും വന്നിട്ടുള്ളത് ഈ ഒരു ശബരിമലക്ക് പോകേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ട്രെയിനിൽ വരുമ്പോൾ നേരെ അങ്ങ് പോകുന്നല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെയും കണ്ടോ ആ ഒരു സംഘത്തിൻ്റെ ക്യാമ്പ് ഓഫീസ്. ഞങ്ങളിനി നേരെ കൊല്ലത്തേക്ക് പോവുകയാണേ. ഇപ്പോൾ 1 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത ട്രെയിൻ ഉള്ളത് 2:30-ക്കാണ്. എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ബൈ വീക്ക്ലി എക്സ്പ്രസ്. എന്നാൽ പിന്നെ അതിൻ്റെ അൺറിസർവ്ഡിൽ ടിക്കറ്റ് എടുത്ത് നേരെ കൊല്ലത്തേക്ക് പോകാം. ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയാണെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ. സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഞങ്ങൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് KSRTC കയറി തന്നു ഇവിടെ നിന്നായിരുന്നു. അങ്ങ് അവിടെ സ്വാമി ശരണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണാം. റെയിൽവേ ഓട്ടോ സ്റ്റാൻഡ് ചെങ്ങന്നൂർ. ഇനി ഇവിടുന്ന് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കയറിയേ. ഇപ്പോൾ 2:20 തിരുവനന്തപുരം ന്യൂഡൽഹി കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഞങ്ങൾ ഈ ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ 3rd AC എക്കണോമിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വണ്ടി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ, ശബരിമലയുടെ പ്രവേശന കവാടം എന്നുള്ള വലിയൊരു ബോർഡ് കാണാം. ഇവിടെ ഒരുപാട് ഭാഷകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ട്രെയിൻ ഇവിടെ എത്താനായി. അൺറിസർവ്ഡൊക്കെ ആ ഒരു മുന്നിലാണ്. കൊടയുണ്ട്, അങ്ങ് നടക്കാം. ഇവിടുന്ന് കയറാൻ വലിയ തിരക്കൊന്നുമില്ല. ഇങ്ങനെ ഇപ്പോഴും നടന്നാലേ ട്രെയിൻ വരുന്ന സമയത്ത് അവിടെ എത്തുള്ളൂ. കാരണം മഴ പെയ്യുമ്പോൾ എൻ്റെ ഈ ചെരുപ്പിട്ട് നടന്നാൽ എന്തായാലും ഇവിടെ വീഴും. അതുകൊണ്ട് മെല്ലെ അങ്ങ് നടന്നു പോവാം. എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി ബൈ വീക്ക്ലി എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഒരാൾക്ക് 40 രൂപയാണ് ആയത്. മുന്നിൽ 2 അൺറിസർവ്ഡ് ഉണ്ട്, പക്ഷെ നല്ല തിരക്കാണ്. ട്രെയിൻ ഇപ്പോൾ ശാസ്താംകോട്ട സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇപ്പോഴാണ് സൈഡ് സീറ്റ് കിട്ടിയത്. ഇനി അടുത്ത് തന്നെയാണ് കൊല്ലം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ തിരക്ക് കൊല്ലം വരെ തന്നെയാണ്. കൊല്ലത്തിന് പിന്നെ ഇത് പുനലൂർ ചെങ്കോട്ട വഴിയാണല്ലോ പോവുക. ചെങ്ങന്നൂരിൽ നിന്നും 60 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്ന് ഇതാ കൊല്ലം ജംഗ്ഷൻ ചെന്നൈ എഗ്മോർ മെയിൽ പോവുകയാണ്. 4 മണി കറക്റ്റ്. പിന്നെ ഇപ്പം നിലവിൽ ഈ വണ്ടി ചെന്നൈ എഗ്മോർ അല്ല, താമ്പരാണ്. കൊല്ലം ജംഗ്ഷന്റെ പുറത്തേക്ക് ഇറങ്ങിയേ. ഇവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ്. അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടറും റിസർവേഷൻ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇപ്പോൾ ഇവിടെയാണ്. നിലവിലിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണമാണല്ലോ. ഇവിടെ ഇപ്പം നല്ല വെയിലാണ്.
ഈ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ. ചെറിയ നാടും ചെങ്ങന്നൂരും ഉൾക്കൊള്ളിച്ചെടുത്ത ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത്. ഇനിയിപ്പോൾ അടുത്തതൊരു ട്രെയിൻ യാത്രയാണ്, അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.